ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ എപ്പിലേറ്റർ നിങ്ങളെ കൂടി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. പാനാസോണിക്കിൻ്റെ എപ്പിലേറ്ററാണ് ഇത്. ഞാൻ പണ്ടൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പം ഞാൻ ഇതിനെക്കുറിച്ചൊന്നും കാര്യമായിട്ട് പറഞ്ഞിട്ടില്ല. ആ സമയത്ത് ഞാൻ കാലിനായിരുന്നു ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കയ്യിൽ ട്രൈ ചെയ്തപ്പോൾ ഇത് നല്ല വർത്താൻ തോന്നി എനിക്ക്. അപ്പോൾ എനിക്ക് തോന്നി നിങ്ങളെ കൂടി കാണിക്കാമെന്ന്. ഇപ്പോൾ സാധാരണ ഇപ്പോൾ നാട്ടിലെല്ലാവരും യൂസ് ചെയ്യുന്നുണ്ടാവും. എങ്കിലും യൂസ് ചെയ്യാത്തവരാണെങ്കിൽ ഇതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ കയ്യിലോ കാലിലോ മറ്റോ ഹെയർ ഗ്രോത്ത് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മെത്തേഡാണ് ഈ എപ്പിലേറ്റർ എന്ന് പറയുന്നത്. കാരണം ഇത് ഇലക്ട്രിക് ആണ്, ചാർജർ ഉണ്ട്, ഒന്നിച്ച് ചാർജർ വരുന്നുണ്ട്, പിന്നെ ക്ലീൻ ചെയ്യാനുള്ള സാധനമൊക്കെ ഇതിൻ്റെ ഒന്നിച്ച് തന്നെ വരുന്നുണ്ട്. ഞാൻ മുമ്പൊക്കെ മറ്റേ ഇതുണ്ടല്ലോ, എന്തിനാ പറയാ, ഷേവിങ് ബ്ലേഡ്, ഇതുപോലെയുള്ള ബ്ലേഡ് ഉണ്ടല്ലോ, നല്ല ബ്ലേഡ് ഉപയോഗിച്ച് അതിൽ മൊത്തം സോപ്പൊക്കെ ആയിട്ട് ഇവിടെ എവിടെയും സോപ്പ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ചെയ്യുന്ന സമയത്ത് ഭയങ്കര സ്മൂത്ത് ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ ഇത് റിപ്പീറ്റായി വാങ്ങിച്ചുകൊണ്ടേയിരിക്കണം നമ്മളിങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെ മാത്രമല്ല ഇതുകൊണ്ട് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് വീണ്ടും ഹെയർ ഗ്രോത്ത് കൂടുതലായിരിക്കും. ഇല്ലാത്ത സ്ഥലത്തേക്കൊന്നും കാട് പോലെ വരുന്നില്ല. മുമ്പ് എനിക്ക് കുറവായിരുന്നു, പക്ഷെ ഇവിടെ ഒന്ന് ചെയ്യാൻ തുടങ്ങിയ ശേഷം ഭയങ്കരത്തിൽ കൂടി. അപ്പോൾ അതിനുശേഷമാണ് ഞാൻ ഈ എപ്പിലേറ്റർ വാങ്ങിച്ചത്. ഞാൻ മുമ്പ് ഇവിടെ സാധാരണ ഇപ്പം നാട്ടിലാണെങ്കിൽ സാധാരണ ഹെയർ ഗ്രോത്തിനൊന്നും നമ്മൾ ഇതൊന്നും യൂസ് ചെയ്യാറില്ല, വാക്സ് ചെയ്യാറൊന്നും നിൽക്കാറില്ല. നോർമലായിട്ട് സാധാരണ ചുരിദാറൊക്കെ ഇടുന്ന സമയത്ത് കവറാവും. പിന്നെ കയ്യിൽ കുറച്ച് രോമൊക്കെ ഉണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമൊന്നുമല്ല നാട്ടിൽ. പക്ഷേ ഇവിടെ മീശയൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ ഹെയർ ഗ്രോത്ത് വരുമ്പോൾ നാട്ടിൽ കളിയാക്കാറൊക്കെ ഉണ്ടെങ്കിലും സാധാരണ ഹെയർ ഗ്രോത്തൊന്നും നമ്മൾ അധികം കാര്യമാക്കാറില്ല. പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ സമ്മർ ആയി കഴിഞ്ഞാൽ എല്ലാവരും ഷോർട്സ് ഒക്കെ ഇട്ടല്ലേ പോവുക പുറത്തോട്ട്. അപ്പം ഞാൻ ചിലപ്പോൾ എനിക്കിപ്പോൾ ചെറിയൊരു ഡ്രസ്സ് ഇടുമ്പോൾ, മുട്ടുവരെയുള്ള ഡ്രസ്സ് വരെ ഇടുമ്പോൾ പോലും ഈ ഹെയർ ഗ്രോത്ത് ഒക്കെ ഉണ്ട്. കാരണം കുറച്ച് മുകളിലോട്ടുള്ള പാൻറ് ഇട്ടാൽ പോലും എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ എനിക്കതൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. പെട്ടെന്ന് എമർജൻസി ആയിട്ട് പോകുന്ന സമയത്ത് നമ്മൾ കാല് നോക്കണം, കൈ നോക്കണം. പിന്നെ പുറത്തിറങ്ങുമ്പോഴും ഈ കൈയിലേക്ക് ഇങ്ങനെ ഹെയർ ഉണ്ടെങ്കിൽ ഇവിടെ അതൊരു ബാഡാണ്. ബോയ്സിന് വലിയ പ്രശ്നമില്ല, ഗേൾസിൻ്റെ ഹെയർ ഗ്രോത്ത് എന്ന് പറയുന്നത് കുറച്ച് മോശമാണ്. നാട്ടിലിപ്പോൾ എല്ലാവരും ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇവിടെ ബ്യൂട്ടി പാർലറിൽ അല്ലെങ്കിൽ ഇവിടെ വീട്ടിൽ തന്നെ ഹോം ബിസിനസ് പോലെ ബ്യൂട്ടീഷ്യനൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ളവരുടെ അടുത്ത് പോയാലും ഒരു വാക്സിങ്ങിന് കൊടുക്കുന്ന ചാർജ് മാത്രമേ നമ്മുടെ ഈ എപ്പിലേറ്ററിനുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ഇത് വർത്താണ് നമ്മൾ വാങ്ങിച്ചാൽ. വൺ ടൈം പർച്ചേസ് അല്ലേ. അപ്പോൾ ഇത് നമുക്ക് എനിക്ക് തോന്നുന്നു, ഞാനിത് കുറച്ച് മാസങ്ങളിൽ ഒരു വർഷമായും തോന്നുന്നു, ഒരു വർഷത്തോളമായും തോന്നുന്നു ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. നല്ല വർത്താണ് ഈ സാധനം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കൂടി കാണിക്കുന്നത്. ഇപ്പം എൻ്റെ കയ്യിലുള്ള രോമം ഞാൻ കാണിച്ചു തരാം, ഹെയർസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെ വർക്കാവുന്നത് ഞാൻ കാണിച്ചു തരാം. ഇത് കുറച്ചല്ല, ഒരു മാസം മുമ്പാണ് ഞാനിത് വാക്സ് ചെയ്തത്. ഇതിപ്പോൾ ഇങ്ങനെയുണ്ട് ഹെയർ ഗ്രോത്ത്. ഞാനിത് ചെയ്ത ശേഷം കാണിച്ചു തരാം. ഒന്നാമത്തെ സ്പീഡ്, 2 സ്പീഡ്, 3 സ്പീഡ്, അടുത്ത ഓഫ്. ഒന്നാമത്തെ സ്പീഡിട്ട് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. എൻ്റെ കയ്യിൽ ഹെയർ ഗ്രോത്ത് കുറവാണ് സാധാരണ, എന്നാലും ചെയ്ത് തുടങ്ങിയതുകൊണ്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. നാട്ടിലാണെങ്കിൽ ഞാൻ ഇതൊന്നും ചെയ്യാറില്ല, പക്ഷേ ഇവിടെ നിന്നാകുമ്പോൾ ഇതൊരു നാണക്കേട് പോലെയാണ് ഇവിടെ ഇങ്ങനെ ഹെയർ ഗ്രോത്തൊക്കെ ഉണ്ടാകുന്നത്. പിന്നൊരു കാര്യം, ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് സൂക്ഷിക്കണം നല്ലോണം. നമ്മുടെ കോൺസെൻട്രേഷൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ ഇതുണ്ടല്ലോ, ഈ പല്ലിൻ്റെ ഇടയിലോട്ട് നമ്മുടെ സ്കിന്നിൽ കയറാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇങ്ങനത്തെ പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലത്ത് പ്രശ്നമില്ല, എങ്കിൽ ഇപ്പം എൻ്റെ ഇവിടെ ജസ്റ്റ് ഒരു ഇത് വന്നിട്ടുണ്ട്, കാണുന്നൊന്നും അറിയില്ല. അതുപോലെ തന്നെ മുട്ടിൻ്റെ ഈ ഭാഗത്തൊക്കെ ചെയ്യുമ്പോൾ ഇതല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇവിടെയൊക്കെ ജസ്റ്റ് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ പിടിച്ചും അങ്ങനെയൊക്കെ ആയിട്ട് സൂക്ഷിച്ച് വേണം ഇങ്ങനെ ചെയ്യാൻ വേണ്ടി. ഇതിങ്ങനെ പൊരിച്ചെടുക്കുന്നതല്ലേ, അപ്പോൾ ചിലപ്പോൾ സ്കിൻ അതിൻ്റെ അകത്തോട്ട് ചിലപ്പോൾ കയറാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ അതേപോലെ തന്നെ ഹെയർ ഇങ്ങോട്ടാണോ, ഇങ്ങോട്ടല്ലേ സാധാരണ ഹെയർ ഉണ്ടാകുന്നത്, അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട്, അതുപോലെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് വേണം ഇതുകൊണ്ട് ഇങ്ങനെ പുഷ് കൊണ്ട് കിട്ടും. ഇങ്ങോട്ടാണ് ഹെയർ, അപ്പോൾ അതൊന്നും ഇങ്ങോട്ട് ചെയ്യുന്നത്. മോൻ വരച്ചിട്ട കുറച്ച് കലകളുണ്ട്. അത് കൂടാതെ ഇപ്പോൾ ഹെയർസ് എല്ലാം എനിക്ക് തോന്നുന്നു റിമൂവ് ആയിട്ടുണ്ട് ഏകദേശം. അപ്പോൾ ഇതാണ് എപ്പിലേറ്റർ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഈ പ്രോഡക്റ്റ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. കാരണം ഇപ്പോൾ വാക്സ് ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ കയ്യിലൊക്കെ കുറച്ച് ഹെയർ ഗ്രോത്ത് ഒക്കെ ഉള്ളത് പ്രശ്നമായി തോന്നുന്നവരാണെങ്കിൽ ഇത് ആമസോണിലൊക്കെ ഉണ്ട്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വർത്തായിരിക്കും എനിക്ക് തോന്നുന്നുണ്ട്. എനിക്കിത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ട്. പിന്നെ പൈസ നോക്കുവാണെങ്കിൽ വലിയ കൂടുതലൊന്നും അല്ല. നമ്മളൊരു വാക്സ് ചെയ്യുന്ന ചാർജൊക്കെ ഇപ്പോൾ ഇവിടെ യൂറോപ്പിലുള്ളൂ. പക്ഷേ ഇപ്പം നാട്ടിലാണെങ്കിൽ വാക്സിങ്ങിനൊക്കെ ചെറിയ ചാർജാന്ന് തോന്നുന്നു. പണ്ടൊക്കെ ചെറിയ ചാർജായിരുന്നു തോന്നുന്നു. അപ്പോൾ ആ ഒരു റേറ്റ് മാത്രമേ ഇതിന് വരുന്നുള്ളൂ.
പിന്നെ കുഴപ്പമില്ല, ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് നല്ലത് തോന്നി, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്താണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ വീണ്ടും വരാം. അതുവരേക്കും ബൈ.